السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى في قرآنه المجيد: لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: إن أولى الناس بي المتقون من كانوا وحيث كانوا. قال رسول الله. ആദരണീയരായ അധ്യക്ഷർ, മഹല്ല് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട TS പൂക്കോയ തങ്ങൾ അവറുകളെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച മഹല്ലിൻ്റെ ജനറൽ സെക്രട്ടറി MK അഷ്റഫ് മൗലവി അവറുകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മഹല്ല ഖാദി ഉസ്താദ് സയ്യിദ് അലവി ഫൈദി അവറുകളെ, ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചു സംസാരിച്ച ഇർഷാദുൽ ഉമ്മ സംഘം മദ്രസ സമിതി ചെയർമാൻ അബ്ദു ഹാജി അവറുകളെ, ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്ന മദ്രസ അസിസ്റ്റൻ്റ് സദർ മുഅല്ലിം ഇസ്ഹാഖ് ഫൈദി അവറുകളെ, മറ്റു ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. COVID-19 കാരണം ഘോഷയാത്രകളോ ജനനിബിഡ മദ്ഹ് കീർത്തന സദസ്സുകളോ സംഘടിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ഓൺലൈനായി നിബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം വളരെയേറെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മാറാരോഗങ്ങളും മാറാവ്യാധികളും ഒരു ഭാഗത്ത് ഭീഷണി ഉയർത്തുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും മറുഭാഗത്ത് ലോകരെ ഞെട്ടിക്കുകയാണ്. പട്ടിണിയിലും കൊടും ദാരിദ്ര്യത്തിലുമായി നല്ലൊരു ശതമാനം പേർ മരണത്തെ നേരിടുമ്പോൾ യുദ്ധങ്ങളും കെടുതികളുമൊക്കെയായി അസമാധാനത്തിൻ്റെ അർവശളൻ അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു വഴിയില്ല. മുസ്ലിങ്ങളായ നാം മറ്റു മതസ്ഥരായ മതാനുയായികളെപ്പോലെയോ ജനവിഭാഗങ്ങളെപ്പോലെയോ ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ചിട്ടയും സംസ്കാരവുമുണ്ട്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖസത്യം, മുസ്ലിങ്ങളെന്ന് പറയുന്നവരുടെ ജീവിതം ഹിന്ദുവിൻ്റെയും ക്രൈസ്തവരുടെയും നിരീശ്വരവാദ പ്രസ്ഥാനക്കാരുടെയും പോലെ ആയിരിക്കുന്നു. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തോ ഹജ്ജോ ഉണ്ടെങ്കിൽ അവയെല്ലാം പേരെടുക്കാനോ നാലാളുകളെ കാണിക്കാനോ ആയി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രവാചകചര്യ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിൻ്റെ തൃപ്തിയും അവസാന നാളിലെ വിജയവും ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അതിന് നാം എന്തു വേണം? പ്രവാചകാധ്യാപനങ്ങൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. നമുക്കറിയാം, COVID-19 കാരണം മദ്രസകളും കോളേജുകളും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടന്നപ്പോഴും സമസ്തയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മതപഠനത്തിന് ലോക്ക് വന്നില്ല. എങ്കിലും നമ്മളിൽ ചിലർ മതപഠനത്തിന് കിട്ടിയ ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിക്കുന്ന മുഴുവൻ വിഷയങ്ങളും കാണുവാനും പഠിക്കുവാനുമുള്ള ഒരവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവസരം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മഹല്ല് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറുകയാണ്. ഏതു കാലത്തും, അതായത് മഴയും വെയിലും ഏൽക്കാതെ പരിപാടികൾ നടത്താൻ കഴിയും വിധം മദ്രസയുടെ മുറ്റം ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ഷീറ്റിട്ടിരിക്കുന്നു.
മുസല്ലൻ നിസാവും അതിനോടനുബന്ധമായി നല്ലൊരു കോംപ്ലക്സും പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മഹല്ല് ജമാഅത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെയും അവർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മഹല്ലിൻ്റെയും മദ്രസയുടെയും പള്ളിയുടെയും എല്ലാം കാര്യങ്ങളിലും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, മതിയായ പ്രതിഫലം നൽകട്ടെ. അന്ത്യനാളിൽ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.